കുറച്ച് ദിവസം രാത്രി കാലങ്ങളിൽ അച്ഛനമ്മയും വീട്ടിലുണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ കാമുകനെ വീട്ടിലോട്ട് വരാൻ പറയുന്നു. അപ്പോൾ ഈ കാമുകനാണെങ്കിൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിയാണ്. അതിനൊരു കാരണമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇവന് പ്രിയപ്പെട്ട ഒരു ചേച്ചി, ഈ ചേച്ചി മരിക്കുന്നതിന് മുമ്പ് ഇവനൊരു ഭക്ഷണം, കുട്ടിക്കാലത്ത് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇവൻ കഴിക്കുന്നില്ല. പിന്നീട് ഈ ചേച്ചി മരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ചേച്ചി മരിച്ച ശേഷം ആത്മാവായി വന്നിട്ട് ഇവൻ്റെ പുറകെ കിടന്ന് കഴിക്കും മോനെ എന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നലാണ്, ഈ ചേച്ചി ആത്മാവായി വന്ന് ഭക്ഷണം കഴിപ്പിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. ഈ ഭക്ഷണം കഴിച്ചാൽ തീരാവുന്ന ഒരു സിനിമയുടെ ഒരു കഥയുള്ളൂ ഇതിൻ്റെ അകത്ത്. അവസാനം ഇവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഇവൻ ആ ഭയം മാറുകയും ഇവൻ ആ ഗ്രാമത്തിൽ രാത്രി കാലങ്ങളിൽ ആളുകളെ പേടിപ്പിക്കുന്ന ഒരു പൊക്കം കുറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു ചെകുത്താൻ്റെ രൂപത്തിൽ വരുന്ന ഒരാളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. ശുഭം, ഇതാണ് എൻ്റെ ഒരു പരിപാടി. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സിനിമ കണ്ട ഫീലില്ല. മനസ്സിലായി? പണ്ടൊക്കെ ഇങ്ങനത്തെ സിനിമകൾ കാണുന്ന സമയത്ത്, ഇങ്ങനത്തെ സിനിമകളൊന്നല്ല, സിനിമകൾ കാണുന്ന സമയത്ത് സംവിധായകനും തിരക്കഥാകൃത്തൊക്കെ എന്തോ പണിയെടുത്തിട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സിനിമകൾ കാണുമ്പോൾ പണിയെടുത്തിട്ടില്ല എന്ന് തോന്നും അവരൊക്കെ. മനസ്സിലായി? വെറുതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ഫീലാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തത്. ഞാൻ 2 ദിവസം എടുത്തിട്ടാണ് ഈ സിനിമ കാണുന്നത്.